ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സ്റ്റഫ്ഡ് ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ടും ടേസ്റ്റായിട്ടും എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് റവ എടുത്ത് നല്ലതുപോലെ പൊടിഞ്ഞ റവയാണ് എടുക്കേണ്ടത്. അത് എടുത്തതിന് ശേഷം അതുപോലെ തന്നെ അതേ അളവിൽ ഒരു കപ്പിൽ തൈര് എടുക്കുകയാണ്. ഇനി ഇത് രണ്ടും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ ആ റവയും തൈരും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇനി നമുക്കത് ഒരു 15-20 മിനിറ്റ് നേരത്തേക്ക് അതൊന്ന് പൊങ്ങാൻ വേണ്ടി നമുക്ക് അടച്ചു വയ്ക്കാം. അതിന് വേണ്ടുന്ന മസാല ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കപ്പിൽ ഗ്രീൻ പീസ്, പിന്നെ ഇതിൽ പുഴുങ്ങി ഉടച്ച ഉരുളൻകിഴങ്ങ്, ഒരു സവാള അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി ചതച്ചത്, മല്ലിയില, പച്ചമുളക്. ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഇതിനുള്ള മസാലയ്ക്ക് വേണ്ടി ആവശ്യമുള്ളത്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായപ്പോൾ സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുത്ത് ആ എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിൽ നമുക്ക് ഒരു സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ചതച്ച് വച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. പുഴുങ്ങി ഉടച്ച ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ചിരുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം സ്വല്പം ചാട്ട് മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അവസാനമായിട്ട് മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്ക് തീ ഓഫാക്കിയതിന് ശേഷം ഈ മസാല തണുക്കാൻ വേണ്ടി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ റെഡി ആയോന്ന് നമുക്ക് നോക്കാം. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്വല്പം ഉപ്പിട്ട് നമുക്ക് നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് ഇളക്കാം. ഇളക്കിയതിന് ശേഷം നമുക്കിത് ചെറിയ ഉരുളയായിട്ട്
കൈയുടെ വെള്ളം വെച്ച് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ ഉരുട്ടി ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം. ഞാൻ ആ മസാലയെല്ലാം ചെറുതായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇഡ്ഡലി ഉണ്ടാക്കാം. ആദ്യം കുറച്ച് ഇതുപോലെ വെച്ചിട്ട് അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് വീണ്ടും അതിൻ്റെ പുറത്ത് തന്നെ സ്വല്പം മാവ് ഒഴിച്ച് ഇതുപോലെ ഞാൻ ആ തട്ടിലെല്ലാം കോരി ഒഴിച്ച് വെച്ച് ഇനി നമുക്കിത് ഒരു സ്റ്റാൻഡിലിറക്കി ഇനി നമുക്കൊരു കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിലിത് ഇറക്കി വെച്ചിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം. ഇപ്പം നമ്മുടെ ഇഡ്ഡലി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനത് എടുക്കുകയാണ്. നമ്മുടെ സ്റ്റഫ് ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്, നല്ല ടേസ്റ്റ് ഉള്ളതുമാണ്. ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.